ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു സ്ട്രാറ്റജിയുമായിട്ടാണ്. സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയൊരു കാര്യമാണ്. ചെറിയൊരു പ്രോഫിറ്റിൽ രാവിലെ തന്നെ നിഫ്റ്റിയിലാണെങ്കിലും സെൻസെക്സിലാണെങ്കിലും, നിഫ്റ്റിയിലാണെങ്കിലും ഒരു 15 പോയിൻ്റ് നമുക്ക് രാവിലെ തന്നെ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു സിമ്പിൾ ഒരു ടെക്നിക്കാണ്. അത് ഞാൻ ചാർട്ടിൻ്റെ അനലൈസിസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വിശദമാക്കി തരാം. നമ്മൾ രാവിലെ തന്നെ മാർക്കറ്റിൽ ഒരു ഓപ്പണിംഗ് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഒരു സ്റ്റാബിലിറ്റിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാറുണ്ട്, വെയിറ്റ് ചെയ്യാറുണ്ട്. അതിനുശേഷം എപ്പോഴാണ് നമ്മളൊരു എൻട്രി എടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊരു നമ്മുടെ പല ചാർട്ട് അനലൈസിസും അതുപോലെ തന്നെ നമ്മുടെ കുറേ ഇൻഡിക്കേറ്റേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. പക്ഷേ എങ്കിലും 9-10 ട്രേഡ് എടുക്കുന്നതിൽ 8 എണ്ണവും സക്സസ് ആവാൻ ചാൻസ് ഉള്ള ഞാൻ പരീക്ഷിക്കുന്ന ചെറിയൊരു കാര്യമാണ് നിങ്ങളോട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ ഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം. എല്ലാവരും ഇത് 100% ഉറപ്പല്ല എങ്കിലും നിങ്ങൾക്ക് ഞാൻ ട്രൈ ചെയ്താൽ 10-ൽ 9% നമുക്ക് സക്സസ് ആവാൻ ചാൻസ് ഉള്ളൊരു ഇതാണ്. അപ്പം ഇത് വലിയൊരു ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ല, ഒരു സ്ട്രാറ്റജി അല്ല. എങ്കിലും ഒരു 15-20 പോയിൻ്റ് വരെ രാവിലെ തന്നെ നിഫ്റ്റിയിൽ നല്ലൊരു പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഈ ഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുതരാം. രാവിലെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 10 മണിയാവുമ്പോഴും വെയിറ്റ് ചെയ്യാം. 10 മണിയായിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണ് എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ 10 മണിക്ക് സമയത്തിൽ മാർക്കറ്റ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 7-ാം തീയതി മാർക്കറ്റ് 10 മണിയായപ്പം ഏതാണ്ട് ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഉള്ളത്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഏതാണ്ട് നല്ലൊരു ഇടിവ് സംഭവിച്ചു. ഒരു ITM ആണ് എടുക്കുന്നവർക്ക് ഒരു 15 പോയിൻറ്റോളം ഇതിൽ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ട്രേഡിൽ ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് കൂടുതൽ സമയമുള്ളതല്ല, ഏതാണ്ട് 10-15 10-ൻ്റെയും ഇടയിൽ പോയിൻ്റ് നമ്മുടെ പ്രീമിയം കയറി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എക്സിറ്റ് ആവാൻ പറ്റിയൊരു ട്രേഡാണ്. ഇത് ലോങ് അല്ല, ഒരിക്കലും ലോങ് ആയിട്ടുള്ള ട്രേഡിന് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാലറിയാം, ഏതാണ്ട് 5-ാം തീയതി കഴിഞ്ഞ 5-ാം തീയതി ഏതാണ്ട് ഈ ഒരു ലെവലെത്തിയപ്പം ഇവിടെ നിന്നൊരു ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 10 മണിക്ക് മാർക്കറ്റ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കുക. അതായത് ഒരു ഹൈ ആണ് തന്നതെങ്കിൽ നമ്മൾ അവിടെ പുട്ട് ഓപ്ഷൻ എടുത്തിട്ട് താഴോട്ട് ട്രേഡ് എടുക്കുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിൽ ലോയിലാണ് 10 മണിക്കുള്ളതെങ്കിൽ അവിടെ നിന്നൊരു കോൾ ഓപ്ഷൻ C എടുത്തിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു 10 മണി എന്ന സ്ട്രാറ്റജി. ഇതിന് കുറച്ചുകൂടി ഉദാഹരണങ്ങൾ മുമ്പോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ 4-ാം തീയതി 10 മണി, കറക്റ്റ് 10 മണി നിങ്ങൾക്ക് സമയം ഇവിടെ കാണാം. 9:40, 55, 10 മണിയായപ്പോൾ മാർക്കറ്റ് ഏതാണ്ട് ഈ ലെവലിലുള്ളത്. അപ്പോൾ മാർക്കറ്റ് നല്ലൊരു ഹൈ തന്നിട്ടുണ്ട് അതുവരെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു ട്രേഡ് എടുത്താൽ മാർക്കറ്റ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ്, ഞാൻ ഇത്രയും നേരം ഹോൾഡ് ചെയ്യാൻ ഒരിക്കലും പറയില്ല, പക്ഷേ 15-20 പോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യേണ്ട ഒരു ട്രേഡാണ്. ഇനി നിങ്ങൾക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ കൂടുതൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 3-ാം തീയതി, ഇപ്പോൾ ഈ ഒരു മാസത്തെ കണക്കാണ് ഞാൻ പറയുന്നത്, കൂടുതലൊന്നും ഇല്ല, വലിയൊരു ദിവസത്തിൻ്റെ ഡാറ്റ അല്ല, ഒരു മാസങ്ങളുടെ കണക്കതല്ല. ഈ ഒരു മാസത്തിൽ സംഭവിച്ച് നമ്മുടെ ട്രേഡ് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കാണിച്ചു തരുന്നത്. ഈ 3-ാം തീയതി, ഇപ്പം ഞാൻ 5-ാം തീയതി കാണിച്ചു, 4-ാം തീയതി കാണിച്ചു, ഇപ്പോൾ 3-ാം തീയതി കാണിക്കാൻ പോവുകയാണ്. ഇവിടെ 10 മണിക്ക് മാർക്കറ്റ് കറക്റ്റ് 10:02 ആയപ്പോൾ മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് ചെയ്തതിൽ നിന്ന് ഒരു ഡൗൺ തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കുകയാണ്, അതായത് ഇവിടുന്ന് അപ്പ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു റാലി നമുക്ക് ഇവിടെ തെറ്റം കിട്ടുമായിരുന്നു. ഇനിയും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് മുകളിലോട്ട് നമുക്ക് പോവുകയും ചെയ്യായിരുന്നു. അപ്പം ഇനിയും കുറച്ച് 1-2 ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. അടുത്ത് തന്നെയുള്ള ഉദാഹരണം, ഇത് 1 മിനിറ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ 3 മിനിറ്റ് ക്യാൻഡിലോ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അതായത് വലിയ ക്യാൻഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ
28-ാം തീയതി 10 മണിയായപ്പോൾ ഇവിടുന്ന് നല്ലൊരു മൂവിങ്ങിൽ മാർക്കറ്റ് മുകളിലായിരുന്നു. അവിടുന്ന് ഒരു ട്രേഡ് ഓപ്പോസിറ്റ് എടുത്തിരുന്നെങ്കിൽ ഒരു 20 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 15 പോയിൻ്റൊക്കെ നമുക്ക് നല്ലൊരു മൂവിങ് മാർക്കറ്റിൽ കിട്ടുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി. അതുപോലെ തന്നെ 9:30 നിങ്ങൾക്ക് സ്വയം ഒന്ന് ആത്മാർത്ഥതയോടുകൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 9:30-നും 10:30-നും, കാരണം 9:30-നാണ് മാർക്കറ്റ് സ്റ്റേബിലിറ്റി പ്രാപിക്കുന്നത്. 9:30-ന് ശേഷം മാർക്കറ്റ് 10 മണി വരെ ഒരു റൂട്ടിൽ സഞ്ചരിക്കും. അതായത് 9:30-ന് നിങ്ങൾ ഓപ്പോസിറ്റ് ട്രേഡ് എടുത്താലും 10 മണിക്ക് എടുത്താലും ഒരേ ലെവലാണ് രണ്ടിലും. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഏതാണ്ട് 9:30-ന് നിങ്ങൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ 10 മണി ആകുമ്പോഴേക്ക് ഇവിടെ വരെ മാർക്കറ്റ് എത്തുമായിരുന്നു. അപ്പോൾ 10:30-ന് അവിടുന്ന് തിരിച്ചും 10 മണിക്ക് അവിടുന്ന് തിരിച്ചും നിങ്ങൾക്ക് എന്താക്കാം ട്രേഡ് എടുക്കാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുന്നത് 9:30 അത്ര ഷുവറായിട്ട് പറയുന്നില്ല, പക്ഷേ 10 മണിക്ക് മാർക്കറ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. മാർക്കറ്റ് എവിടെയാണോ ഉള്ളത് അവിടുന്ന് ഓപ്പോസിറ്റ് ട്രേഡ് എടുത്താൽ ഒരു 15-20 പോയിൻ്റ് നമുക്ക് സുഖമായിട്ട് മാർക്കറ്റിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാം. അത് തന്നെ 10 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ അതിൽ 8 പ്രാവശ്യം സക്സസ് ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നിങ്ങൾ നല്ലോണം പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവൂ. അല്ലാതെ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രം വേണ്ടിയിട്ട് പറയുന്നതാണ്, അല്ലാണ്ട് നമ്മൾ സെബി രജിസ്റ്റേർഡ് ഒന്നല്ല. അപ്പം അത് നോക്കാം. എല്ലാവർക്കും ഈ ഒരു ഇതിൽ സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.